ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് യദുവിൻ്റെ ഫാമിലി ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുവാണ്. അപ്പം നമ്മളെല്ലാവരോടും ഒന്ന് കൂടുവാണ്. അപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ അവർ മാന്നാറായി എന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. അവർ എത്തേണ്ട സമയമൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇവിടെ ഞാനുണ്ട്, ബാലചേട്ടനുണ്ട്, അച്ഛനുണ്ട്, യദു ഉണ്ട്, പിന്നെ അപ്പച്ചിയുണ്ട്, പിന്നെ ശ്രീജ ചേച്ചിയും വന്നിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഹോം കുക്ക്ഡ് ഫുഡാണ് ഫുള്ളി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു വ്ളോഗ് ആക്കാം. കാരണം എത്രയായാലും അവരെല്ലാവരും കൂടി ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ്. ടുഡേ ഈസ് ജൂൺ 22. ഓക്കെ, അപ്പോൾ നമുക്ക് അവർ വരുന്നതിന് മുന്നേ ഇവിടെ എന്തൊക്കെയാണ് എല്ലാവരുടെയും ഒരു അവസ്ഥയും നോക്കാം. സോ അച്ഛാ, കുളിച്ചോ? എന്താ ഫുഡ് കഴിക്കാൻ റെഡിയാണോ? അച്ഛൻ ഏതാ ഫേവറേറ്റ് ഇന്ന്? അവർ കഴിച്ചിട്ടേ കഴിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പച്ചി കുക്കിങ്ങിലാണ്, പപ്പടം വറുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ശ്രീജ ചേച്ചി. ശ്രീജ ചേച്ചി ഇവിടെ കപ്പയാണെന്ന് തോന്നുന്നു. അപ്പൊ അപ്പച്ചിയാണ് നമ്മുടെ എല്ലാമായ ഓൾ ഇൻ ഓൾ. അപ്പച്ചി ഹായ് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തൊക്കെയാ റെഡി ആയെന്ന് ഞാൻ പിന്നെ കാണിക്കാം. എന്നാലും സ്റ്റിൽ പുളിശ്ശേരി, പച്ചടി ഉണ്ട്. ഇത് പച്ചടി, മീൻ വറുത്തതുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട് അല്ലേ അപ്പച്ചി? ഇതാണ് പച്ചടി. പിന്നെ ഇത് കൊഞ്ച് തീയലാണ്. ഇതിനകത്ത് കൊഞ്ച് തീയലുണ്ട്. തോരൻ എവിടെയോ ഉണ്ട്. ഇതിനകത്ത് തോരൻ. അപ്പച്ചി പപ്പടം വറുക്കുന്നു. പരിപ്പും പപ്പടം ഉണ്ട് നമുക്ക്. പിന്നെ കപ്പ. ശ്രീജിക്ക് ഒരു ഹായ് പറ. ചിക്കൻ ഉണ്ട് ഗൈസ്, ചിക്കൻ റോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പൊക്കിയ ശ്രീജി, ചിക്കൻ റോസ്റ്റ്. ആഹാ, ഓക്കെ. ബാലുവണ്ണൻ എന്താ ഇപ്പൊ തോന്നുന്നത്? അച്ഛൻ രാവിലെ വന്ന എല്ലാ അപ്ഡേറ്റുകളും എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു ചിക്കൻ ഉണ്ടോ, മീനുണ്ടോ. അല്ല, ഞാൻ ഫുഡെല്ലാം കാണിച്ചു കഴിഞ്ഞു. ബാലുവണ്ണാണ് ഇല വെട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, ബാബുകൂടൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. എന്താ തോന്നുന്നത്? വെയിറ്റ് ചെയ്യണോ? അവരെ വെയിറ്റ് ചെയ്യാണ്. അവര് മാന്നാറെത്തിയെന്നാണ് അപ്ഡേറ്റ് ഞാൻ കൊടുത്തായിരുന്നു. അപ്പൊ ഇതാണ് യദുസ്ക കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം യദുസ്കയുടെ ഫാമിലി അല്ലേ ആദ്യമായിട്ടല്ല, എന്നാലും ഒഫീഷ്യലി അല്ലേ? ഒഫീഷ്യലി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അൺഒഫീഷ്യലി അതെ. യദുസ്ക എന്തെങ്കിലും പറ. ഇന്ന് ഏത് ഫുഡ് ആയിട്ടും കഴിക്കാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്? ബീഫ് റോസ്റ്റ് ആണോ, ചിക്കൻ റോസ്റ്റ് ആണോ, കൊഞ്ചുതീയലാണോ, ഏതാ? മങ്കട ഫ്രൈ. കരിമീനാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. യദുസ്കയുടെ കുതന്ത്രമാണത്. അതെ. അപ്പം ഓക്കെ, യദുസ്കയ്ക്ക് പറ്റുന്നില്ല ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ. ഓർഗാനിക് വെയിൽ ഞാൻ എടുത്തോണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവർ ഇതുവരെ വന്നില്ല. യദുസ്കയ്ക്ക് ഇവിടോട്ട് അവർ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലേ എക്സൈറ്റ്മെന്റ് കാണും. യദുസ്ക അങ്ങനെ ക്യാമറ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ അധികം ഇത്, പക്ഷേ യദുസ്ക എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഏറ്റവും വലുത് അല്ലേ? ഇതെന്റെ അപ്പച്ചിയാണ്, അച്ഛന്റെ നേരെയുള്ള പെങ്ങളാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് അവർക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവര് മാന്നാറായെന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് അറിയാം ഒരു 40-45 മിനിറ്റ്സിനൊക്കെ ഉള്ളിൽ വരുന്നു. അങ്ങനെ ഏകദേശം സമയം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കുറച്ച് വിശപ്പായിട്ടുണ്ട്. എന്നാലും അവര് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇതേ അവര് വന്നു. അവർ വന്നപ്പോ തന്നെ ഞാൻ ഫോണും എടുത്തുകൊണ്ട് ഓടി. കാരണം എനിക്ക് ആ ഒരു ക്ലിപ്സ് ഒക്കെ എടുക്കാനായിട്ട്. കാരണം വന്നു കഴിയുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വ്ളോഗ് എടുക്കാനൊന്നും അത്രയ്ക്ക് നടക്കത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും കുറച്ച് ഗ്ലിംസസ് ഒക്കെ എടുക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി. കാരണം അവർ അത്രയും യൂസ്ഡ് അല്ല ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അവര് പറയാണ് ഈ മാള് ഫോണൊക്കെ പിടിച്ചിട്ട് ഇപ്പൊ ഉണ്ടെന്ന്. അപ്പൊ ഇത് യദുവിന്റെ പപ്പയാണ്. ഈ ഓറഞ്ച് ഷർട്ടിട്ടേക്കുന്ന യദുവിന്റെ കൊച്ചച്ഛനാണ്. പിന്നെ ഇത് അമ്മ. പുറകില് വരുന്നത് കൊച്ചച്ഛന്റെയും ബിന്ദു ആന്റിയുടെയും മോള് വാവ. അപ്പൊ അവരത്രയും പേരുമാണ്. യദുവിന്റെ ഓരോ പെങ്ങളാണ്. അപ്പൊ അത്രയും പേരുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ. ഇത്രയും പേരാണ് നമ്മുടെ ക്ലോസ് ഫാമിലി യദുവിന്റെ. പിന്നെ ദീപേട്ടനും പ്രേച്ചേച്ചിയും അവരും വരേണ്ടതായിരുന്നു. പക്ഷെ അവര് കൊല്ലത്താണ്. മഴ കാരണം അവര് വരുന്നത് പോസ്റ്റ്പോൺ ചെയ്തു.
അപ്പൊ അവര് വരില്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഫുഡിലേക്ക് പോകാം ഡയറക്റ്റ്, കാരണം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാം സെർവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പച്ചി ശ്രീജ ചേച്ചിയും കൂടെ. ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. അപ്പം അവർക്കും നമ്മൾക്കും ഇടയിൽ ടേസ്റ്റ് ബഡ് ഭയങ്കര ഡിഫറെന്റ് ഒന്നും അല്ല. എന്നാലും സ്റ്റിൽ അറിയായിരിക്കും യദു ഈസ് ഫ്രം തലോലപ്പറമ്പ്, അതൊരു കോട്ടയം എറണാകുളം ബോർഡർ ആണ്. അപ്പൊ നമ്മളിൽ നിന്ന് കുറെ ഡിഫറൻസ് അവർക്ക് ഉണ്ട് താനും. എന്നാൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡ് അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടേതും നല്ല സൂപ്പറാണ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. അങ്ങനെ നമ്മൾ നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് യദുവിന്റെ ഒരേ ഒരു പെങ്ങൾ വാവ. എന്റെ ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അപ്പൊ വാവ ഇവിടുത്തെ ഓണാട്ടുകര, നമ്മുടെ ഈ പ്രദേശം ഓണാട്ടുകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടുത്തെ ടേസ്റ്റ് ബഡ് എങ്ങനെ ഫീൽ ചെയ്തു? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? എനിക്ക് ബീഫ് റോസ്റ്റ്. ബീഫ് പൊതുവെ എനിക്ക് ഇഷ്ടപ്പെടാറില്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മറക്കരുത്, മുത്തുച്ചേട്ടൻ കെട്ടിയ സ്ഥലം കൊള്ളാം. ഓക്കെ, ഐ എം പ്രൗഡ് ഓഫ് യു. സോ അവര് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും യദുവും ബാലചേട്ടനും അപ്പച്ചി എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശരിക്കും പുറത്തു വന്നിരുന്നു. കാരണം എനിക്കും അങ്ങനെയാണ്, വീടിന് ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടി കൂടുതലും നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ എപ്പോഴും എനിക്ക് ഔട്ട്ഡോർ ആണ് ഇഷ്ടം. അപ്പൊ അവരും പറയായിരുന്നു, അവര് കുറച്ച് ഹൈവേ സൈഡൊക്കെ ആയ കാരണം ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു രീതിയൊന്നും അധികം ഇല്ലല്ലോ. നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ഒരു നാട്ടുപുറം ആയതുകൊണ്ട് കുറച്ചുകൂടെ പീസ്ഫുൾ ആണ്. അപ്പം അവർക്കും പുറത്തു വന്നിരുന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമുക്ക് അടുത്ത് നമ്മുടെ ഒരു പറമ്പുണ്ട്, അപ്പം അവിടേക്ക് അവരായിട്ട് പോയി. അവിടെ പോയിട്ട് അതൊക്കെ ജസ്റ്റ് കാണിച്ചു. അവിടെയൊക്കെ കൂടെ ഒക്കെ കുറെ നേരമൊക്കെ നടന്നു. അതും ഭയങ്കര രസമായിരുന്നു, കാരണം നമ്മൾ കുറേ സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഈവനിങ് ആയി, നമ്മൾ ടീ ഒക്കെ ഇട്ടു. ടീയും നമ്മൾ വടയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഒത്തിരി ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ആ മൊമെന്റിലായിരുന്നു. അപ്പൊ നമുക്ക് അത്രത്തോളം ക്ലിപ്സ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ആരെയൊക്കെ കൊണ്ടോ ബാലചേട്ടനും ഞാനും വാവയും ഒക്കെ കുറെ ക്ലിപ്സ് ഇങ്ങനെ ഞാൻ ഓർമ്മിപ്പിച്ച് എടുക്കുമായിരുന്നു. അപ്പൊ അവര് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറഞ്ഞാല് നല്ല രസമായിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കാൻ, ഭയങ്കര പീസ്ഫുൾ ആണല്ലോ. നമുക്ക് തിരിച്ചുമാണ്, നമുക്ക് അവിടെ ചെല്ലുമ്പം അവിടെ ഹൈവേ ഒക്കെ ആയ കാരണം കുറച്ചുകൂടെ സിറ്റി ടൗൺ ഒക്കെ ആയ കാരണം എല്ലാം അവൈലബിൾ ആണ്. അപ്പം രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തപ്പം ഞാനും കുറച്ച് ഹാപ്പിയായി. അങ്ങനെ പോകേണ്ട സമയമായി. അപ്പം കാണാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. അപ്പൊ ശരി, ചൂടുന്ന താരമേ പുലരാൻ വൈകുമോ, ഇനി രാവേറുമോ, കണ്ണോരം കാണും മോഹം നേരാണോ, പതിയെ നീങ്ങുന്ന നേരമേ വെറുതെ വേഗത്തിലോടുമോ, അവനോടായിതാ അലിയാൻ കാത്തു ഞാൻ, ഇന്നേതോ തീരാദാഹം നേടാനോ. പോവാണ്. അപ്പം ഇത്ര നേരം നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ കൂടെ എല്ലാ പരിപാടിയിലും ഒപ്പത്തിനൊപ്പം നിന്ന് സഹകരിച്ച അപ്പച്ചിക്ക് ഓക്കെ, നമുക്കിനിയും കാണാം. ഓക്കെ, എല്ലാവരും വരൂ. എല്ലാവരും അപ്പച്ചി നമ്മൾ വീണ്ടും ഉടനെ കാണും എന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ തൽക്കാലം സൈൻ ഓഫ് പറയുന്നു. ബൈ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗായിരുന്നു, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആയിരുന്നു. ആസ് എ ഫാമിലി നമ്മളെല്ലാവരും കൂടി ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ കേശു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അപ്പോഴൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു വ്ളോഗാക്കി ഇടുമ്പോൾ അവനും കാണാമല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ ടിൽ ദെൻ ബൈ ബൈ.